കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ ദിനങ്ങൾ ഒന്നാണ് ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അതിഗംഭീരമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പല നേതാക്കളെയും പല പ്രമുഖരെയും കണ്ട സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ് ഇന്ന് പുതിയ സർക്കാർ അധികാരമേറ്റത്. ആ വാർത്തയിലടക്കം വിശദമായ റിപ്പോർട്ടുകളുണ്ട്, അതിലേക്ക് നമ്മൾ കടക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും 24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. VDS സർക്കാർ അധികാരത്തിൽ. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും I will uphold the sovereignty and integrity of India. ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടുകൂടി മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രൗഢഗംഭീര ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രിക്കൊപ്പം 20 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും VD സതീശൻ ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം. രണ്ടാമനായി എത്തിയത് PK കുഞ്ഞാലിക്കുട്ടി. PK കുഞ്ഞാലിക്കുട്ടി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും. മൂന്നാമതായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും നാലാമതായി സണ്ണി ജോസഫും പിന്നെ K മുരളീധരനും. ഇംഗ്ലീഷിലായിരുന്നു K മുരളീധരന്റെ സത്യപ്രതിജ്ഞ. I, K മുരളീധരൻ, do swear in the name of God that I will bear true faith and allegiance to the Constitution of India. UDF മന്ത്രിസഭയിലെ ഇടതു പാർട്ടി അംഗങ്ങളായ RSPയുടെ ഷിബു ബേബി ജോണും CMPയുടെ CP ജോണും സഗൗരവത്തിൽ പ്രതിജ്ഞ ചൊല്ലി. ഷിബു ബേബി ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. CP ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. മന്ത്രിസഭയിലെ വനിതാ സാന്നിധ്യങ്ങളായി ബിന്ദു കൃഷ്ണയും KA തുളസിയും. KA തുളസി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും. ഏറ്റവും ഒടുവിലായി സത്യപ്രതിജ്ഞ ചെയ്തത് മന്ത്രിസഭയിലെ യുവമുഖമായ OJ ജനീഷ്. OJ ജനീഷ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. 1 മണിക്കൂർ 20 മിനിറ്റ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നീണ്ടു. മന്ത്രിസഭ അധികാരമേറ്റു. കേരളം കാത്തിരിക്കുകയാണ്. ഇനി ജനങ്ങളുടെ ഇച്ഛയ്ക്കത്തുള്ള ഭരണമാണോ എന്നറിയാൻ കാത്തിരിക്കാം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ സിറിൽ D ലെസ്ലിക്കൊപ്പം B ദിലീപ് കുമാർ, 24. എന്നാൽ അതേസമയം സതീശൻ സർക്കാരിൽ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ തർക്കം തുടരുകയാണ്. ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗ് നൽകുന്നതിൽ കോൺഗ്രസിൽ എതിർപ്പുണ്ട്. ഫിഷറീസ് തന്നാലേ ഉന്നത വിദ്യാഭ്യാസം നൽകൂ എന്ന നിലപാടിലാണ് ലീഗ്. അതിനിടെ മന്ത്രിമാർക്ക് ഓഫീസുകൾ അനുവദിച്ചു. സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്ക് 3-ാം നിലയിലാണ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിക്ക് ഓഫീസ് അനുവദിച്ചത്. മന്ത്രിമാരായ K മുരളീധരനും രമേശ് ചെന്നിത്തലയ്ക്കും മോൻസ് ജോസഫിനും ഷിബു ബേബി ജോണിനും സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിൽ ഓഫീസ് ലഭിച്ചു. നോർത്ത് സാൻഡ്വിച്ച് ബ്ലോക്കിലാണ് മന്ത്രിമാരായ സണ്ണി ജോസഫിന്റെയും അനൂപ് ജേക്കബിന്റെയും ഓഫീസ്. T സിദ്ദിഖിനും KA തുളസിക്കും സെക്രട്ടേറിയറ്റ് സൗത്ത് ബ്ലോക്കിൽ ഓഫീസ് ലഭിച്ചു.
രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിൽ 2 നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച് VD സതീശൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അടുത്ത മാസം 15-ന് തുടങ്ങും. ആശമാരുടെ ഓണറേറിയം 3000 രൂപ കൂട്ടി. സംസ്ഥാനത്ത് വയോജന വകുപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സ്കൂൾ പാചക തൊഴിലാളികൾ, അങ്കണവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി സ്കൂൾ ജീവനക്കാർ എന്നിവരുടെ വേതനം 1000 രൂപ കൂട്ടാനും തീരുമാനമായി. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന UDF പുതുയുഗ യാത്രയുടെ സമാപനത്തിൽ രാഹുൽ ഗാന്ധിയാണ് 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം, വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കൽ എന്നിവ നടപ്പാക്കിക്കൊണ്ടാണ് സർക്കാർ വാക്കുപാലിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന് KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. വയോജന വകുപ്പ് രൂപീകരണത്തിന് മുന്നോടിയായി പഠനം നടത്തും. ഏറ്റവും മാതൃകാപരമായ രീതിയിൽ വയോജനക്ഷേമം നടപ്പിലാക്കാനാണ് പദ്ധതി. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, എന്റെ അറിവിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിക്കുന്നത്. വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ളത്. നമുക്ക് കേരളത്തിന് വലിയ താമസമില്ലാതെ ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറയാൻ പറ്റണം. ആശാവർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ച 12000 രൂപയാക്കി. അടിസ്ഥാന വിഭാഗങ്ങളിൽപ്പെട്ട മറ്റു മേഖലകളിലും വേതന പരിഷ്കരണം നടപ്പിലാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിലായി ആശാവർക്കർമാരുടെ അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുക ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. അംഗൻവാടി ജീവനക്കാരുടെ, വർക്കർമാർ, ഹെൽപ്പർമാർ, അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാം. അവരുടെ കാര്യം മറന്നുപോയിട്ടില്ല എന്ന് അവരെ ഓർപ്പിക്കാൻ വലിയ തുകയെന്നല്ല 1000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കും. സംസ്ഥാനത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറലായി ജാജു ബാബുവിനെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി T ആസിഫ് അലിയെയും നിയമിച്ചു. ലോകായുക്ത വിവരാവകാശ കമ്മീഷൻ നിയമനം സംബന്ധിച്ച് സർക്കാർ നിലപാട് അറിയിക്കുന്നതുവരെ തീരുമാനമെടുക്കരുതെന്ന് ഗവർണറെ അറിയിക്കാനും ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മെയ് 21-ന് പുതിയ നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. ഇതിനായി സഭ ചേരാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. 22-ന് സ്പീക്കർ തിരഞ്ഞെടുപ്പും 29-ന് ഗവർണറുടെ നയപ്രഖ്യാപനവും നടക്കും. പുതുക്കിയ ബജറ്റ് അവതരണ തീയതി നിശ്ചയിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം 3000 രൂപ കൂട്ടിയ തീരുമാനത്തിൽ വിമർശനവുമായി മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. അധികാരത്തിലെത്തിയാൽ 21,000 രൂപ വർദ്ധിപ്പിക്കും എന്നായിരുന്നു UDFന്റെ പ്രഖ്യാപനം. 3000 രൂപ കൂട്ടിയത് മല എലിയെ പ്രസവിച്ചതുപോലെയെന്ന് വിമർശനം. 2ാം പിണറായി സർക്കാർ മാത്രം 3000 രൂപയുടെ വർധന ആശാപ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. അങ്കണവാടി, പ്രീ പ്രൈമറി, സ്കൂൾ പാചക തൊഴിലാളി, കരാർ ജീവനക്കാർ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങൾക്കും ഇതിനൊപ്പം ഇതേ നിരക്കിൽ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചിരുന്നുവെന്നും KN ബാലഗോപാൽ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. പുതുയുഗ കേരളത്തിനായുള്ള പദ്ധതികളും പ്രതീക്ഷകളും 24-മായി പങ്കുവച്ച് VD സതീശൻ സർക്കാരിലെ മന്ത്രിമാർ. 10 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 13 മന്ത്രിമാരാണ് 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിച്ച ക്യാബിനറ്റ് വിത്ത് SKNൽ നയം വ്യക്തമാക്കിയത്. 24 ചീഫ് എഡിറ്ററുമായുള്ള സംവാദത്തിൽ UDFന്റെ ജനകീയ പ്രഖ്യാപനങ്ങളെക്കുറിച്ചും ഇനി നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ചും മന്ത്രിമാർ മനസ്സ് തുറന്നു. ഇപ്പോൾ എന്നോടൊപ്പം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ കൂടി ചേരുകയാണ്. അവർക്ക് പലരുടെയും വകുപ്പുകൾ അന്തിമമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. എങ്കിൽ പോലും എന്താണ് ഈ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ അവരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ജനങ്ങളുടെ പ്രതീക്ഷ പാഴാകില്ലെന്നും തുടക്കക്കാരനെന്ന നിലയിൽ കഠിനാധ്വാനം ചെയ്യുമെന്നും മന്ത്രിമാരായ OJ ജനീഷും M ലിജുവും ബിന്ദു കൃഷ്ണയും. ഒരു വീട്ടിൽ നിന്നും MPയും മന്ത്രിയും വന്നതിലെ കൗതുകത്തെക്കുറിച്ചുള്ള ചോദ്യം ചിരി പടർത്തി. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു പ്രത്യേകത സംഭവിക്കുമല്ലോ. ഭർത്താവ് MP, ഭാര്യ മന്ത്രി. അപ്പോൾ പ്രോട്ടോകോളിൽ ആരായിരിക്കും മുന്നിൽ? വീടിനകത്ത് പ്രോട്ടോകോൾ ഇല്ല. ഒറ്റ ദിവസം കൊണ്ടാണ് എല്ലാം മാറി. പ്രോട്ടോകോൾ പോയെന്ന് മാത്രമല്ല, ഇപ്പോൾ ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും കൂടുതൽ വിളി വിലസി കഴിഞ്ഞാൽ ഫോളോ ദ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അല്ലേ? 2 മന്ത്രിസ്ഥാനം കേരള കോൺഗ്രസ് ജോസഫ് പ്രതീക്ഷിച്ചിരുന്നെന്നും എന്നാൽ അത് നടപ്പായില്ലെന്നും മോൻസ് ജോസഫ്. 2ാമത്തെ മന്ത്രിസ്ഥാനം കൂടെ ലഭിക്കാൻ പാർട്ടിക്ക് അർഹതയുണ്ട്, ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അതിനുവേണ്ടി അവസാനം വരെ ഞങ്ങൾ നിലകൊള്ളുകയും ചെയ്തു. പക്ഷേ UDFന്റെ ഉപേക്ഷ ചർച്ചകളിൽ കോൺഗ്രസിന്റെ തരത്തിലുള്ള പ്രായോഗികമായ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് സീറ്റ് 2 വിട്ടതുപോലെ ഇതിനൊരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. വനം വകുപ്പ് ഉത്തരവാദിത്തം കൂടിയ വകുപ്പെന്നും വനം സംരക്ഷിക്കുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നൂതന ആശയങ്ങളുണ്ട് മന്ത്രിമാരായ N ഷംസുദ്ദീനും റോജി M ജോണിനും. കേരളം എന്നും അഭിമാനിച്ചിട്ടുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ
നേട്ടങ്ങളാണ്. അത് മാറി മാറി വന്ന സർക്കാരുകളിലൂടെ ആർജിച്ച ഒരു പൊസിഷനാണ്. അപ്പോൾ തീർച്ചയായും ആ ഒരു പൊസിഷനിലേക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസം വരണം. സർക്കാർ സ്കൂളുകൾ കൂടുതൽ ശാക്തീകരിക്കപ്പെടണം. അവരെ ഇവിടെ അട്രാക്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ അവർക്ക് കുറെ കൂടി നാടിനോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. കോഴിക്കോടുകാർക്ക് മന്ത്രിയില്ലെങ്കിലും ആ ജില്ലയോട് വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുന്നവരാണ് ക്യാബിനറ്റിൽ അധികമെന്നും ടി സിദ്ദിഖ്. ടീം UDFന്റെ ഒരു സവിശേഷത മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ഫുൾ ക്യാബിനറ്റ് ആ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള കെയർ ഉണ്ടാകും എന്നത്. അത്തരം ഒരു പ്രാദേശികമായിട്ടുള്ള അസന്തുലിതാവസ്ഥ ക്യാബിനറ്റിന്റെ സ്ഥാനം കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. 5 വർഷവും ജനങ്ങളെ കേൾക്കുന്ന സർക്കാർ ആയിരിക്കും ഇതെന്ന് AP അനിൽകുമാർ ഉറപ്പു നൽകുന്നു. പുതിയ സർക്കാരിന് എല്ലാവിധ ആശംസകളും നേർന്ന് 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ. ഈ മന്ത്രിസഭ ചെയ്യുന്ന ഈ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കൊക്കെ 24ന്റെ പിന്തുണ ഉണ്ടാകും. അതോടൊപ്പം അഭിനന്ദിക്കാനും കൂടെ ഉണ്ടാകും, വിമർശിക്കാനും കൂടെ ഉണ്ടാകും. എല്ലാം നല്ലത് വരട്ടെ. ആദ്യമായി നിയമസഭയിലെത്തിയ ഫാത്തിമ തെഹ്ലിയ, PK ഫിറോസ്, അബിൻ വർക്കി, സുധീർ ഷാ പാലോട്, PK നവാസ്, KM അഭിജിത്ത്, VT സുരജ് തുടങ്ങിയ MLA മാരും 24മായി മനസ്സ് തുറന്നു. ന്യൂസ് ഡെസ്ക് 24. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കരാറുകളും പണമിടപാടും അന്വേഷിക്കണമെന്ന് നിയുക്ത MLA PK ഫിറോസ് 24നോട് പറഞ്ഞു. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും PK ഫിറോസ് ആവശ്യപ്പെട്ടു. കലൂർ സ്റ്റേഡിയത്തെ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കിയെന്നും UDFലെ നിയുക്ത യുവ MLA മാരുമായി 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നടത്തിയ സംവാദത്തിൽ PK ഫിറോസ് പറഞ്ഞു. അപ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഇടപാടുകൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തൊക്കെ പണമിടപാട് മാത്രമല്ല, കലൂർ സ്റ്റേഡിയം ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിന്, ഒരു കമ്പനിക്ക് അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് എന്ന് പറഞ്ഞ് കൈമാറുന്നു. അവിടെ പിന്നീട് എന്താ സംഭവിച്ചത്? ഷവറാണ് പിന്നെ നമ്മൾ കണ്ടത്. മെസ്സി വരുമ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഷവർ എന്ന് ആളുകൾ ചോദിച്ചു. വലിയ ചോർച്ചയുണ്ടായി. എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിരുന്നൊരു സ്റ്റേഡിയത്തെ പൂർണ്ണമായി തകർത്ത് തരിപ്പണമാക്കി. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്റ്റേഡിയം ഒരു കമ്പനിക്ക് കരാറിന് കൊടുക്കും? എന്തെല്ലാം ഫോർമാലിറ്റി ഉണ്ട് കേരളത്തിൽ? അങ്ങനെ എന്തെങ്കിലും പിന്നെ വിവാദമായപ്പോഴാണ് ഒരു കരാർ പോലും ഉണ്ടാക്കിയത്. അന്ന് കരാറുണ്ടായിരുന്നില്ല. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഒരു നിയമസഭാ അംഗം എന്ന നിലക്ക് എനിക്ക് ഏതെങ്കിലും സമയത്ത് ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ തന്നെ ഈ വിഷയം തീർച്ചയായിട്ടും ഉന്നയിക്കും. ഒരു സംശയം വേണ്ട, കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. മെസ്സി അറിഞ്ഞിട്ടില്ല ഇതൊന്നും നടന്നതെന്ന് പരിപാടിയിൽ പങ്കെടുത്ത താനൂരിലെ നിയുക്ത MLA PK നവാസ് പറഞ്ഞു. കളിയെ ഇഷ്ടപ്പെടുന്ന, ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അവർക്കും യഥാർത്ഥത്തിൽ മെസ്സി പോലും അറിയാതെ മെസ്സിയെ കൊണ്ടുവരാന്ന് പറഞ്ഞ വഞ്ചനയാണ് ശരിക്കും ആ ജനറേഷനോട് അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചത്. അത് യഥാർത്ഥത്തിൽ ചതിയായിരുന്നു. മെസ്സി വരുന്നില്ല എന്നുള്ളതല്ല, അതിന് പിറകിലൊരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട കേരളത്തിലെ കായിക വകുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുഴുവൻ റദ്ദ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. കായിക മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ പോലും കായിക വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ്സ് നടന്നിട്ടില്ല. അപ്പോൾ അത്തരം ചർച്ചകളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ, അത് റദ്ദ് ചെയ്യപ്പെടാൻ, ഇങ്ങനെ ഒരു പിന്നെ ചർച്ച ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അത് റദ്ദ് ചെയ്യപ്പെടാന്ന് പറയുന്നത് കപടതയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തുറന്നു കാണിക്കാൻ ഒരവസരം ഉണ്ടായി. ഇനിയിപ്പോൾ മെസ്സി വന്നില്ലെന്ന് രണ്ടാമത്, മെസ്സി വന്നുകൊണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ ഫുട്ബോൾ പ്രവർത്തനങ്ങൾക്ക്, അതിൻ്റെ ആക്ടിവിറ്റികൾക്ക് എന്തെങ്കിലും ഭയങ്കരമായ ബൂമിംഗ് ഉണ്ടാവുന്നില്ല. കുട്ടികൾക്ക് ആവേശം ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും ഒരു ആവേശം ഉണ്ടാവും. പക്ഷേ അതിനനുസരിച്ച് അടിസ്ഥാനപരമായ സൗകര്യം എന്ത് നമ്മുടെ നാട്ടിലുണ്ട്? സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സത്യപ്രതിജ്ഞാ വേദിയിലാണ് പുതിയ മന്ത്രിസഭ ഇന്ന് അധികാരമേറ്റത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമൊപ്പം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾക്കും പിണറായി വിജയൻ അടക്കം പ്രതിപക്ഷ നിരയ്ക്കും വേദിയിൽ ഇടമൊരുക്കി. നേതാക്കൾ തമ്മിലുള്ള സൗഹൃദം പങ്കിടൽ രാഷ്ട്രീയ കേരളത്തിന് നല്ല കാഴ്ചയായി മാറി. കേരളം ഇതുവരെ കണ്ട സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ ഗവർണർക്ക് പുറമെ മുഖ്യമന്ത്രിയും മന്ത്രിമാർക്കും മാത്രമായിരുന്നു വേദിയിൽ ഇടം. എന്നാൽ ഇതാദ്യമായി ആ കീഴ്വഴക്കം മാറി. നിറഞ്ഞ വേദി. ഈ സത്യപ്രതിജ്ഞയിൽ വന്ന അതിഥികൾ ആരൊക്കെയായിരുന്നു? ഇതിനു മുമ്പ് ഏതെങ്കിലും ഗവൺമെന്റിന്റെ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് ഇത്രയധികം നേതാക്കൾ ഒരുമിച്ച് വന്ന സമയമുണ്ടായിരുന്നു? കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ നേതൃനിരയിലെ BJP പ്രസിഡന്റ്, CPI സെക്രട്ടറി, മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് പാണക്കാട് തങ്ങൾ ഉൾപ്പെടെ ഒരു വലിയ നില അല്ലേ? എല്ലാവരുടെയും ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. അവിടെ കുറച്ചുപേരെ കൊണ്ടുപോയി താഴെ ഇരുത്തുകയും കുറച്ചുപേരെ കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തുകയും അല്ല ചെയ്തത്. പ്രധാനപ്പെട്ട ഡിഗ്നിറ്ററീസിനെല്ലാം നേരിട്ട് തന്നെ ഞാൻ വിളിച്ചത്. മന്ത്രിമാരും UDF MLA-മാരും ചടങ്ങിന് ഏറെ മുൻപ് തന്നെ വേദിയിലെത്തി. മുതിർന്ന നേതാക്കൾ എത്തിയപ്പോൾ ചിലർ അനുഗ്രഹം തേടി. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ വേദിയിലെത്തിയത് രാഷ്ട്രീയ കൗതുകമായി.
മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുമായി പിണറായി വിജയൻ സൗഹൃദം പങ്കിട്ടു. MV ഗോവിന്ദൻ, ബിനോയ് വിശ്വം, BJP സംസ്ഥാന അധ്യക്ഷനും MLA-യുമായ രാജീവ് ചന്ദ്രശേഖർ എന്നിവരും വേദിയുടെ മുൻനിരയിൽ ഇടം നേടി. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ എത്തിയപ്പോൾ കൂടുതൽ കയ്യടി മുഴങ്ങി. കേരള സാരി അണിഞ്ഞാണ് പ്രിയങ്ക ഗാന്ധി MP എത്തിയത്. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായ സിദ്ധരാമയ്യ, രേവന്ത് റെഡ്ഡി, സുഖ്വീന്ദർ സിംഗ് സുഖു, ഉപമുഖ്യമന്ത്രിമാരായ DK ശിവകുമാർ, മല്ലു ഭാട്ടി വിക്രമാർക്ക എന്നിവരും ചടങ്ങിന്റെ ഭാഗമായി. ജനസാഗരം തീർത്ത സത്യപ്രതിജ്ഞ. ദേശീയ നേതാക്കൾ അനവധി വേദിയും സദസ്സും സമ്പുഷ്ടമാക്കിയാണ് VD സതീശന്റെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ ജനകീയ ഉത്സവമായി മാറുകയായിരുന്നു സത്യപ്രതിജ്ഞ. ടീം 24-നൊപ്പം ദീപക് ധർമ്മടം, 24 തിരുവനന്തപുരം. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ആഘോഷമാക്കി പ്രവർത്തകർ. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രകടനം നടത്തി മധുരം വിതരണം ചെയ്തുമായിരുന്നു ആഘോഷം. മുഖ്യമന്ത്രി VD സതീശന്റെ മണ്ഡലമായ പറവൂരിലും സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രവർത്തകർ ആഘോഷമാക്കി. 10 വർഷം നീണ്ട കാത്തിരിപ്പിന് ശേഷമുള്ള VD സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ പ്രവർത്തകർ വൻ ആഘോഷമാക്കി. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രകടനവും മധുരം വിതരണം ചെയ്തുമായിരുന്നു പ്രവർത്തകരുടെ ആഘോഷം. പാലക്കാട് UDF പ്രവർത്തകർ വിവിധയിടങ്ങളിൽ മധുരം വിതരണം ചെയ്തു. പുത്തൂർ ചന്ത, കോങ്ങാട് 5-ാം മൈൽ, താരേക്കാട്, സിവിൽ സ്റ്റേഷൻ തുടങ്ങിയ ഇടങ്ങളിൽ നടന്ന ആഘോഷ പരിപാടിയിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. എറണാകുളം കലൂർ കറുകപ്പിള്ളിയിൽ വലിയ സ്ക്രീനിൽ സത്യപ്രതിജ്ഞ തത്സമയം പ്രദർശിപ്പിച്ചു. മാറ്റത്തിന്റെ തുടക്കമാണ് ഇന്നത്തെ ദിവസമെന്ന് പ്രവർത്തകർ. നാളുകളിൽ ഈ കേരളത്തിന്റെ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അതാണ്. കേരളം പറവൂരുകാരോടൊപ്പം തന്നെ ഈ നിമിഷം അഭിമാന മുഹൂർത്തം എന്ന് വിളിച്ചു പറയും. കാസർഗോഡ് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും സത്യപ്രതിജ്ഞ ആഘോഷമാക്കി. തൃക്കരിപ്പൂരിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് നടന്നത്. VD സതീശൻ സർക്കാരിനു വേണ്ടി കൊച്ചിയിൽ പ്രത്യേക പൂജ നടന്നു. KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യമാണ് പള്ളുരുത്തി ശ്രീ ഭവാനീശ്വരി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജ നടത്തിയത്. മുഖ്യമന്ത്രി VD സതീശന്റെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും പേരിലായിരുന്നു വഴിപാട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഇൻഡിവുഡ് മീഡിയ എക്സലൻസ് അവാർഡ് തിളക്കത്തിൽ 24. ലൈഫ് ടൈം ഓണർ പുരസ്കാരം 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർക്കാണ്. എഡിറ്റോറിയൽ ലീഡർഷിപ്പ് എക്സലൻസ് പുരസ്കാരം 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ B ദിലീപ് കുമാറിന് ലഭിച്ചു. എമർജിംഗ് വുമൺ മീഡിയ ജേർണലിസ്റ്റ് പുരസ്കാരത്തിന് 24 കൊല്ലം റിപ്പോർട്ടർ സൂര്യഗായത്രി അർഹയായി. ഈ മാസം 29-ന് തിരുവനന്തപുരം ഏരീസ് ഫ്ലക്സ് തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ K ജയകുമാർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സൗദി അറേബ്യയ്ക്ക് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണ ശ്രമം. 3 ഡ്രോണുകൾ പ്രതിരോധ സേന വെടിവെച്ചിട്ടു. ഇറാഖിന്റെ ആകാശപരിധിയിൽ നിന്നാണ് സൗദി ലക്ഷ്യമാക്കി ഈ ഡ്രോണുകൾ എത്തിയതെന്ന് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാകുന്ന ഏത് നീക്കത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് സൗദി മുന്നറിയിപ്പ് നൽകി. സൗദിക്ക് നേരെയുണ്ടായ വൻ ആക്രമണ ശ്രമമാണ് പ്രതിരോധ സേന വിജയകരമായി പരാജയപ്പെടുത്തിയത്. ഇറാഖ് ഭാഗത്തു നിന്നും വന്ന 3 അത്യാധുനിക ഡ്രോണുകളെ സേന ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് തുർക്കി അൽ മാലിക്കി വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. രാജ്യത്തിന്റെ പരമാധികാരവും ജനങ്ങളുടെയും വിദേശികളുടെയും സുരക്ഷയും തകർക്കാനുള്ള ഒരു നീക്കവും അനുവദിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഏത് തരത്തിലുള്ള ആക്രമണ ശ്രമങ്ങളെയും പ്രതിരോധിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും രാജ്യം സ്വീകരിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ ആക്രമണത്തിന് അനുയോജ്യമായ സമയത്തും സ്ഥലത്തും ശക്തമായ തിരിച്ചടി നൽകാനുള്ള പൂർണ്ണ അവകാശം സൗദിക്കുണ്ട്. മേഖലയിലെ സുരക്ഷാ സാഹചര്യം കനത്ത ജാഗ്രതയോടെയാണ് രാജ്യം നിരീക്ഷിക്കുന്നത്. പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 24 ജിദ്ദ. UAE-യിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കുള്ള പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. 4 ദിവസമാകും അവധി ലഭിക്കുക. വ്യാജ ഉൽഹിയത്ത് പരസ്യങ്ങൾക്കെതിരെ ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകി. മെയ് 26 മുതൽ 29 വരെയാണ് UAE-യിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 ദിവസം ശമ്പളത്തോടുള്ള അവധി നൽകണമെന്ന് മാനവ വിഭവശേഷി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഈ ദിവസങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പിന്നീട് അവധി നൽകുകയോ പ്രത്യേകം വേതനം നൽകുകയോ ചെയ്യണം. സർക്കാർ ജീവനക്കാർക്ക് നേരത്തെ 5 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ശനി, ഞായർ ദിവസങ്ങൾ കൂടി കൂട്ടുമ്പോൾ 9 ദിവസത്തെ അവധിയാണ് ആകെ ലഭിക്കുക.
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധിയും ഇങ്ങനെ തന്നെ. സർക്കാർ സ്ഥാപനങ്ങളും സ്കൂളുകളും പെരുന്നാൾ അവധി കഴിഞ്ഞ് ജൂൺ 1-നാകും തുറക്കുക. അതേസമയം വ്യാജ ഉളുഹിയത്ത് പരസ്യങ്ങൾക്കെതിരെ ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബലി കൊടുക്കാനുള്ള മൃഗങ്ങളെ കുറഞ്ഞ നിരക്കിൽ വിൽക്കുന്നുവെന്ന് തട്ടിപ്പുകാർ പരസ്യം നൽകുന്നു. ശേഷം മുൻകൂട്ടി പണം നൽകാൻ ആവശ്യപ്പെടും. പണം ലഭിച്ച ശേഷം പരസ്യം തന്നെ അപ്രത്യക്ഷമാകും. ഉളുഹിയത്ത് നൽകാൻ ഓൺലൈനായി മൃഗങ്ങളെ വാങ്ങുന്നത് കഴിവതും ഒഴിവാക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം മൃഗങ്ങളെ വാങ്ങണം. സംശയാസ്പദമായ പരസ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം അറിയിക്കണമെന്നും ദുബായ് പോലീസ് അറിയിച്ചു. 24 ദുബായ്. ഈ വർഷത്തെ ഹജ്ജ് വേളയിൽ നടക്കുന്ന അറഫ പ്രസംഗത്തിന് ഷെയ്ഖ് അലി അൽ ഹുദൈഫി നേതൃത്വം നൽകും. സൗദി മതകാര്യ വകുപ്പാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. അറഫയിലെ മസ്ജിദു നമിറയിൽ വെച്ചാണ് പ്രഭാഷണം നടക്കുക. നിലവിൽ മസ്ജിദു നബവിയിലെ മുതിർന്ന ഇമാമാണ് ഷെയ്ഖ് അലി അൽ ഹുദൈഫി. അറഫ ദിനത്തിലെ ഈ പ്രസംഗം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് തത്സമയം കേൾക്കാനുള്ള വിപുലമായ സൗകര്യങ്ങൾ സൗദി ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. വിവിധ ഭാഷകളിലേക്ക് ഈ പ്രഭാഷണം തത്സമയം വിവർത്തനം ചെയ്യും. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ സാക്ഷ്യം വഹിക്കുന്ന അറഫ സംഗമത്തിന്റെ ഏറ്റവും വലിയ ആകർഷണമാണ് ഈ പ്രസംഗം. ഹജ്ജ് വേളയിൽ വാഹനാപകടമുണ്ടായാൽ നാശനഷ്ടങ്ങൾ ഓൺലൈനായി വിലയിരുത്തുന്ന പുതിയ ഡിജിറ്റൽ സേവനത്തിന് സൗദിയിൽ തുടക്കമായി. ഹജ്ജ് വേളയിൽ ഈ സേവനങ്ങൾക്ക് തഖ്ദീർ കേന്ദ്രങ്ങൾ സന്ദർശിക്കേണ്ടതില്ല. ഹജ്ജ് സീസൺ പ്രമാണിച്ച് മക്ക, മദീന എന്നീ നഗരങ്ങളിലാണ് ഈ സ്മാർട്ട് സേവനം ലഭ്യമാകുക. ഹജ്ജ് തീർത്ഥാടന കാലത്ത് വാഹനങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങളുടെ ഇൻഷുറൻസ് നടപടികൾ ഇനി മുതൽ ഏറെ ലളിതമാകും. അപകടമുണ്ടായാൽ നാശനഷ്ടത്തിന്റെ വ്യാപ്തി കണക്കാക്കുന്നതിനുള്ള തഖ്ദീർ കേന്ദ്രങ്ങൾ ഇനി നേരിട്ട് സന്ദർശിക്കേണ്ടതില്ല എന്നതാണ് പുതിയ പദ്ധതിയുടെ പ്രധാന സവിശേഷത. അപകട സ്ഥലത്ത് വെച്ച് തന്നെ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ പുതിയ സംവിധാനം വഴി സാധിക്കും. അപകട സ്ഥലത്തേക്ക് എത്തുന്ന നെജും പ്രതിനിധിയുടെ സഹായത്തോടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി അപേക്ഷകൾ സമർപ്പിക്കാം. ആവശ്യമായ രേഖകളും വിവരങ്ങളും ഓൺലൈനായി നൽകിക്കഴിഞ്ഞാൽ വെറും 2 മണിക്കൂറിനകം നാശനഷ്ടത്തിന്റെ അസസ്മെന്റ് റിപ്പോർട്ട് അപേക്ഷകന് ഡിജിറ്റലായി ലഭ്യമാകും. തീർത്ഥാടകർക്കും മക്ക, മദീന നിവാസികൾക്കും സമയവും അധ്വാനവും ലാഭിക്കുക, റോഡുകളിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുക, ഇൻഷുറൻസ് നടപടികൾ വേഗത്തിലാക്കുക എന്നിവയാണ് തഖ്ദീർ ഇലക്ട്രോണിക് സേവനത്തിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത്. ഹജ്ജ് സീസൺ അവസാനിക്കുന്നതുവരെ ഈ സ്മാർട്ട് സർവീസ് 24 മണിക്കൂറും ലഭ്യമായിരിക്കും. അതേസമയം രാജ്യത്തെ മറ്റു പ്രവിശ്യകളിലെ തഖ്ദീർ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം പതിവ് പോലെ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ജിദ്ദ. ഈ വർഷത്തെ ഹജ്ജ് സീസണിനോടനുബന്ധിച്ച് മക്കയിലെ പുണ്യസ്ഥലങ്ങളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത് സൗദി സിവിൽ ഡിഫൻസ് പൂർണ്ണമായി നിരോധിച്ചു. മിന, അറഫാത്ത്, മുസ്തലിഫ എന്നിവിടങ്ങളിലെ തീർത്ഥാടക ക്യാമ്പുകളിലും സർക്കാർ ഓഫീസുകളിലും ഗ്യാസ് സിലിണ്ടറുകൾ അനുവദിക്കില്ല. ഇന്ന് രാവിലെ മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. പുണ്യസ്ഥലങ്ങളിൽ തീപിടുത്ത സാധ്യതകൾ ഒഴിവാക്കാനും തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാനുമാണ് ഈ മുൻകരുതൽ നടപടി. നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. നിരോധനം കർശനമായി നടപ്പാക്കാൻ പുണ്യസ്ഥലങ്ങളിൽ ഉടനീളം പ്രത്യേക സിവിൽ ഡിഫൻസ് സംഘങ്ങൾ വ്യാപക പരിശോധന നടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. AI സേവനങ്ങൾ വിപുലപ്പെടുത്താൻ ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് തീരുമാനിച്ചു. GDRFA ദുബായ് ഉന്നത ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം ചേർന്നു. കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ AI വ്യാപിപ്പിക്കണമെന്ന് യോഗം വിലയിരുത്തി. സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുകയും കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നതിനായി AI സാങ്കേതിക വിദ്യകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന പുതിയ ഭരണപരമായ പദ്ധതികൾ GDRFA ദുബായ് ആരംഭിച്ചു. പ്രവർത്തന സജ്ജത, ഭരണ സംവിധാനം, ഡാറ്റ വിശകലനം എന്നിവ വിലയിരുത്തുന്നതിനായി സമഗ്രമായ അവലോകനം പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു. ദുബായിലെ റെസിഡൻസി എമിഗ്രേഷൻ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രധാന സർക്കാർ വകുപ്പാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ്. സർക്കാർ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുക, പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പ്രവർത്തന തന്ത്രപരമായ സൂചികകൾ, റിസ്ക് മാനേജ്മെന്റ്, സ്ഥാപനങ്ങളുടെ സ്വാധീന വിലയിരുത്തൽ എന്നിവ വിശകലനം ചെയ്താണ് വികസന മുൻഗണനകൾ കണ്ടെത്തിയത്. കൃത്രിമ ബുദ്ധിയും പ്രവചനാത്മക ഡാറ്റ വിശകലന സംവിധാനങ്ങളും വ്യാപകമായി ഉപയോഗിക്കുന്നതിലൂടെ വെല്ലുവിളികൾക്ക് അതിവേഗം പ്രതികരിക്കാനും സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്താനും കഴിയുമെന്ന് അധികൃതർ വ്യക്തമാക്കി. എല്ലാ മേഖലയിലും നടപടികൾ പുരോഗമിച്ചു വരികയാണെന്ന് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു. 24 ദുബായ്. പ്രവാസി വിഷയങ്ങളിൽ പുതിയ മുഖ്യമന്ത്രി VD സതീശൻ കാര്യമായ ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദുബായ് ഇൻകാസ് നേതാക്കൾ.
ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ ജനപ്രിയമാണ്. സർക്കാരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നതായും ഇൻകാസ് നേതാക്കൾ പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പ്രവാസ ലോകത്തും ഇൻകാസ് പ്രവർത്തകരടക്കം ഈ സത്യപ്രതിജ്ഞ കാണാൻ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. നമുക്കൊപ്പം ഇപ്പോൾ ഇൻകാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട്. കുറേ നാളായി നിങ്ങൾ കാത്തിരുന്ന ഒരു മൊമെന്റാണ്. 10 വർഷത്തിന് മുൻപാണ് കേരളത്തിലൊരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മൊമെന്റിലേക്ക് എത്തപ്പെട്ടത്? അതിൻ്റെ ഒരു സന്തോഷം എങ്ങനെയാണ്? ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. പ്രവാസ ലോകം മുഴുവൻ സന്തോഷത്തിലാണ്. വി.ഡി. സതീശൻ എന്ന് പറയുന്ന ജനങ്ങളുടെ മുഖ്യമന്ത്രി അധികാരമേൽക്കുമ്പോൾ ഞങ്ങൾ പ്രവാസികൾ പലതും പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിൽ നിന്നും. അദ്ദേഹം സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വളരെ എക്സ്പേർട്ടായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്നും പ്രവാസി സമൂഹം വളരെയേറെ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് വിനയമായിട്ട് പ്രവാസി സമൂഹത്തിന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ കുറേ പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ. എങ്ങനെയുണ്ട്? ജനകീയ പ്രഖ്യാപനങ്ങളായിട്ട് കാണുന്നു? തീർച്ചയായും വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ച, പ്രത്യേകിച്ച് നമ്മുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ആദ്യത്തെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി എന്നാണ് നിങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ തന്നെ ഇന്ന് വിവരിച്ചത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ പ്രഖ്യാപനത്തിൻ്റെ എല്ലാ വശങ്ങളും ഓരോന്നും പൂർത്തിയാകും. ആശാവർക്കർമാരുടെ പ്രശ്നം അത് നമ്മൾ ഏതാണ്ട് പരിഹരിച്ചതായി പ്രഖ്യാപിച്ചു. അതുപോലെ KSRTC ബസ്. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രവാസികളുടെ കാര്യത്തിലും താങ്കൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. ഇപ്പോൾ യൂത്തിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലൊരു പ്രത്യേക ഇടപെടൽ സതീഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നു, തീർച്ചയായും. ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നല്ല പ്രതീക്ഷയാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ ആവേശത്തിലൊക്കെയാണ് ഇവരൊക്കെ ഉള്ളത്. എന്തായാലും ഈ പറയുന്ന തരത്തിൽ എങ്ങനെയുണ്ട് ഒരു മുഖ്യമന്ത്രി? ആദ്യത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രിമാരുടെ പട്ടികയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? മന്ത്രിമാരുടെ പട്ടിക നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു തീരുമാനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും UDFൻ്റെ ഭാഗത്തു നിന്നുള്ളത്. കാരണം ജനാധിപത്യത്തിൻ്റെ രീതിയിൽ ഒരു സൗന്ദര്യവർദ്ധക വസ്തു ഉപയോഗിച്ചാൽ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ മന്ത്രിമാരുടെ പട്ടിക എടുത്തു നോക്കിയാൽ പ്രായം കുറഞ്ഞ ആളുകളുണ്ട്, എക്സ്പീരിയൻസ് ആയ ആളുകളുണ്ട്. ആ എക്സ്പീരിയൻസിലൂടെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന മുഴുവൻ നേതാക്കന്മാരും നമ്മുടെ പട്ടികയിലുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ നോക്കുമ്പോഴും ഈ പല ജില്ലകൾക്ക് അതിൻ്റെ ഒരു പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു ആരോപണമുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും കോഴിക്കോട് 12-ൽ 11 സീറ്റ് ജയിച്ച 12 സീറ്റ് ജയിച്ച സ്ഥലമാണ് കോഴിക്കോടുള്ളത്. ഒരു സീറ്റ് മാത്രമാണ് കോഴിക്കോട് നഷ്ടപ്പെട്ടത്. ഒപ്പം തന്നെ കാസർഗോഡുണ്ട്. അപ്പോൾ ഈ ജില്ലകളൊന്നും പരിഗണിച്ചില്ല എന്നുള്ളൊരു കാര്യം കൂടിയില്ലേ? ഉണ്ട്. പക്ഷേ അത് ഒരു ജനാധിപത്യ ഗവൺമെൻറ് അല്ലേ. അപ്പോൾ അതിൽ ഞങ്ങളങ്ങനെ ജില്ല തിരിച്ച് കാണുന്നില്ല. കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ ഒരേ കണ്ണുകൊണ്ട് കാണുന്ന തീരുമാനത്തിലാണ് നമ്മുടെ UDF ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവസാനം വന്നൊരു പ്രഖ്യാപനം കൂടി, ഒരു കാര്യം കൂടി പറയേണ്ടി വരും. കാരണം ഒരു SIT രൂപീകരിച്ചിട്ടുണ്ട് ഈ രക്ഷാപ്രവർത്തനം എന്നുള്ള ടേമിൽ. അത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ചർച്ചയായതാണ് ഈ നവകേരള സദസ്സുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ പ്രവർത്തകരെ കൂടുതൽ ചേർത്ത് നിൽക്കുന്ന ഒരു തീരുമാനം ആദ്യമേ ഉണ്ടായി എന്നാണ് വരുന്നത്. യെസ്, അന്ന് നമ്മൾ കണ്ടതാണ്. അതിഭീകരമായിട്ട് നമ്മുടെ പ്രവർത്തകനെ മർദ്ദിച്ചപ്പോൾ കേരളം ഒട്ടുക്കും അതിൻ്റെ അലയടികൾ, അതിൻ്റെ പ്രതിഷേധമുണ്ടായി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ആ പോലീസുകാരും ഒക്കെ വളരെ മാന്യമായിട്ട് സമൂഹത്തിൽ നടക്കുന്നതാണ് കണ്ടത്. ഇത് പ്രവർത്തകർക്ക് വളരെയേറെ ആശ്വാസകരമായ, അവർക്ക് ഒരു പ്രവർത്തിക്കാനുള്ള ഒരു ഇടമുണ്ട് എന്നുള്ള ഒരു തോന്നൽ വരുത്തുമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഈ UDF പ്രവർത്തകർ സ്വാഭാവികമായിട്ടും കാണുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും കാണുന്നത്. കാര്യം എന്താണെന്നാൽ അത് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ചില ജനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെയും അത് ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം തന്നെ അക്കാര്യങ്ങളിലൊക്കെ തീരുമാനമായി. ഒപ്പം തന്നെ പ്രവർത്തകരെ ചേർത്ത് പിടിക്കുമെന്ന് എക്കാലവും വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യ പ്രഖ്യാപനങ്ങളിലൊന്ന് അത് ഒരു SIT രൂപീകരിച്ച് ഈ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച ആ ഒരു ആക്രമണത്തിനെ അതിനെ ഒക്കെയും അന്വേഷിക്കും എന്ന് പറഞ്ഞത് കൂടിയാണ്. എന്തായാലും ഇവരൊക്കെ വലിയ ആവേശത്തിലാണ്, ഒപ്പം തന്നെ പ്രതീക്ഷയിലുമാണ്. ക്യാമറാമാൻ ശരത് ചെറുകുന്നിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ദുബായ്. മന്ത്രിസഭാ രൂപീകരണത്തിലെ അതൃപ്തി പരസ്യമാക്കിയ തിരുവനന്തപുരം ലത്തീൻ രൂപതയുടെ ആസ്ഥാനത്ത് അനുനയ നീക്കവുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തി. ലത്തീൻ വിഭാഗത്തിൽ നിന്ന് മന്ത്രി ഇല്ലെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്കൊപ്പം താൻ ഉണ്ടാകുമെന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയതായി രൂപത നേതൃത്വം അറിയിച്ചു. ലത്തീൻ സമുദായത്തിൽ നിന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി വേണമെന്ന ആവശ്യം UDF നേതൃത്വത്തെ നേരത്തെ അറിയിച്ചിരുന്നുവെന്നാണ് സഭാ നേതൃത്വം പറയുന്നത്. എന്നാൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിൽ തങ്ങളുടെ ആവശ്യം പരിഗണിച്ചില്ല എന്ന് ലത്തീൻ അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേര പറഞ്ഞു. മത്സ്യമേഖലയിൽ നിന്ന്
മത്സ്യത്തൊഴിലാളികളുടെ അനുഭവങ്ങളും അവരുടെ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളുമൊക്കെ അറിയുന്ന ഒരു അംഗം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമായിരുന്നു. ഞങ്ങളത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മന്ത്രിയുടെ കാര്യം പറയുമ്പോഴും ഞങ്ങൾ പറയാൻ ശ്രമിച്ച ഒരു കാര്യം ഇതാണ്. ഈ മന്ത്രി എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മേഖലയുടെ വികസനം സംബന്ധിച്ച് വ്യക്തത കൊടുക്കാനാണ്. പക്ഷേ പല മന്ത്രിമാർക്ക് ഈ കടലെന്താണെന്നറിയില്ല. വിൻസെന്റ് എംഎൽഎയുടെ മന്ത്രിസഭാ പ്രവേശനം ഇല്ല എന്ന കാര്യം ഉറപ്പായതോടെയാണ് കഴിഞ്ഞ ദിവസം രൂപത അതൃപ്തി പരസ്യമാക്കിയത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം അനുനയ നീക്കവുമായി വി.ഡി. സതീശൻ സഭാ ആസ്ഥാനത്തെത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായില്ല. തീരദേശവാസികളുടെ പ്രശ്നം അടുത്തറിയുന്നയാൾ ഫിഷറീസ് മന്ത്രിയായി എത്തണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സഭ. 24 തിരുവനന്തപുരം. മന്ത്രിസഭാ രൂപീകരണത്തിൽ കോഴിക്കോട് ജില്ലയെ അവഗണിച്ചതിനെതിരെ പ്രതിഷേധം. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കരിങ്കൊടിയും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. കോഴിക്കോടിന്റെ അയോഗ്യത എന്താണെന്നും വി അബ്ദുൽ ഗഫൂറിന്റെ മെറിറ്റ് എന്താണെന്നുമുള്ള പോസ്റ്ററുകളാണ് ഉയർന്നത്. UDFന് ചരിത്രവിജയം സമ്മാനിച്ച കോഴിക്കോട് ജില്ലയെ മന്ത്രിസഭാ രൂപീകരണത്തിൽ അവഗണിച്ചതിനെതിരെയാണ് പ്രതിഷേധം. ലീഗ് ഹൌസിന് മുന്നിലാണ് കരിങ്കൊടിയും നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടത്. കോഴിക്കോടിന്റെ അയോഗ്യത എന്താണെന്നും ജില്ലയെ തഴയാൻ മാത്രം വി അബ്ദുൽ ഗഫൂറിന് എന്ത് യോഗ്യതയെന്നുമാണ് പോസ്റ്ററിലെ ചോദ്യം. കാസർഗോഡ് ജില്ലയെ ഒഴിവാക്കിയതിനെതിരെയും പ്രതിഷേധം ശക്തമാണ്. ഞങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് AKMനെ മന്ത്രിയാക്കാത്തത്. അത് തീർച്ചയായിട്ടും അതൊരു അവഗണനയാണ്. കാരണം ഞാൻ ഒരു കടുത്ത മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് BJPയെ തകിടം മറിച്ചിട്ടാണ് AKM വന്നത്. ഇവിടെ കേരളത്തില് കേരളത്തില് കാസർഗോഡ് മണ്ഡലത്തില് BJPയുമായിട്ട് നേർക്ക് നേരെ പോരാടുന്ന രണ്ടിടമാണ് കാസർഗോഡ് മഞ്ചേശ്വരം. ലീഗിൽ നിന്ന് പാറക്കൽ അബ്ദുള്ളയും കോൺഗ്രസിൽ നിന്ന് K ജയന്തും പരിഗണനയിലുണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം പുറത്താവുകയായിരുന്നു. ടേം വ്യവസ്ഥയിൽ 2.5 വർഷത്തിനു ശേഷമാകും പാറക്കൽ അബ്ദുള്ള മന്ത്രിസഭയുടെ ഭാഗമാകുക. 13-ൽ 12 സീറ്റും നേടി ജില്ലയിൽ UDF മിന്നും വിജയം സ്വന്തമാക്കിയിട്ടും ഒരു മന്ത്രി പോലും ഇല്ലാത്തതാണ് അണികളിൽ അമർഷത്തിന് കാരണമായത്. കഴിഞ്ഞ ദിവസം INTUCയും കോഴിക്കോട്ട് സമാനമായ രീതിയിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരുന്നു. 24 കോഴിക്കോട്. കണ്ണൂർ അഴീക്കോട് പടക്കം പൊട്ടിത്തെറിച്ച് 9 വയസ്സുകാരന് ദാരുണാന്ത്യം. പുന്നക്കപ്പാറ സ്വദേശി അമാനാണ് മരിച്ചത്. പ്രദേശത്ത് നടന്ന UDFന്റെ ആഹ്ലാദ പ്രകടനത്തിന് ശേഷം ബാക്കി വന്ന പടക്കങ്ങൾ എടുത്ത് കുട്ടികൾ കളിക്കുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത്. 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 11:30യോടെയാണ് സംഭവം. പുതിയ സർക്കാർ അധികാരത്തിലേറിയതിന്റെ സന്തോഷം ആഘോഷിക്കുകയായിരുന്നു UDF പ്രവർത്തകർ. പൊട്ടാതെ ബാക്കി വന്ന പടക്കങ്ങൾ കുട്ടികൾ ശേഖരിച്ച് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നു. ശേഷം ഗ്രൗണ്ടിലുണ്ടായിരുന്ന ചെങ്കലിന്റെ മുകളിൽ വെച്ച് ഉഗ്രശേഷിയുള്ള ഗുണ്ട് മാതൃകയിലുള്ള പടക്കം പൊട്ടിക്കാൻ കുട്ടികൾ ശ്രമിക്കുകയായിരുന്നു. പടക്കം പൊട്ടിത്തെറിച്ച് അമാന്റെ കഴുത്തിൽ ആഴത്തിൽ മുറിവേൽക്കുകയും വലിയ തോതിൽ രക്തം വാർന്നു പോവുകയും ചെയ്തു. അതാണ് എൻ്റെ വീട്. അവിടെ കസേൽമിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇവിടുന്ന് ഒരു പൊട്ടുന്ന ഒരു ഒച്ച കേട്ടു. ഒച്ച കേട്ടിട്ട് ഞാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ പാടെ എൻ്റെ കുട്ടികളിങ്ങനെ ആ ഒച്ചയും കൂക്കിയും വിളിയെല്ലാം ഉണ്ട്. ഞാൻ അപ്പോഴെ തന്നെ ഷർട്ട് വിട്ട് ഓടി വരുമ്പം ഈ കുട്ടി ആ വെള്ളത്തിൽ വീണ് കിടക്കുക. ഇവിടെ 2 ഹോൾസ് രക്തം പമ്പീരമായിട്ട് വരിക. And further investigation is going on, but so far we have prima facie not found any foul play in this. It was just kids playing with the firecrackers and something went wrong. ഒപ്പമുണ്ടായിരുന്ന മറ്റ് 2 കുട്ടികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. പടക്കം വെച്ച ചെങ്കലിന്റെ ചീളുകൾ തെറിച്ചാണ് ഇവർക്ക് പരിക്കേറ്റത്. പരിക്കേറ്റ കുട്ടികൾ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അമാന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. വളപട്ടണം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. 24 കണ്ണൂർ. തൃശൂർ ചെറുതുരുത്തിയിൽ UDFന്റെ അപകടകരമായ ആഹ്ലാദ പ്രകടനം. റോഡിലൂടെ പ്രകടനത്തിനിടെ കയ്യിൽ വെച്ച് പടക്കം പൊട്ടിച്ച് മുകളിലേക്കെറിഞ്ഞു. എന്നാൽ മാലപ്പടക്കം പൊട്ടി ദേഹത്തേക്ക് തന്നെ വീഴുകയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകനായ ഷജീറിന് അപകടത്തിൽ പൊള്ളലേറ്റു. പ്രളയ സമയത്ത് തുടങ്ങിയ ആത്മബന്ധം സത്യപ്രതിജ്ഞാ വേദിയിലും തുടരുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശനും അമ്മാളും അമ്മയും. സത്യപ്രതിജ്ഞയ്ക്കെത്തിയ വി.ഡി. സതീശൻ വാരി പുണർന്നാണ് ആ അമ്മയെ സ്വീകരിച്ചത്. മകനെപ്പോലെയല്ല, മകൻ തന്നെയാണ് തനിക്ക് സതീശനെന്ന് പറഞ്ഞ് വികാരാധീനയായി അമ്മാളും അമ്മ. അമ്മാളും അമ്മയ്ക്ക് ആ പേര് നൽകിയത് ഒരു പറവൂരുകാരനാണ്. ആ പറവൂരുകാരനാകട്ടെ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും.
സീതാലക്ഷ്മി അമ്മാൾ എന്നാണ് അമ്മാളു അമ്മയുടെ യഥാർത്ഥ പേര്. പേര് സീതാലക്ഷ്മി അമ്മാൾ. സതീശനിട്ട പേരാണ് എനിക്ക് അമ്മാളു അമ്മ. ആ പേരും മതി അമ്മേ, സീതാലക്ഷ്മി വേണ്ടാന്ന്. അങ്ങനെ അമ്മാളു അമ്മ, കടക്കാരിട്ട പേരും അമ്മാളു അമ്മ. ആ പേരാണ് ഇപ്പം നിലനിൽക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശനും അമ്മാളു അമ്മയും തമ്മിലുള്ളത് വർഷങ്ങളുടെ ആത്മബന്ധം. 2018 പ്രളയ സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പിലെത്തി തന്നെ ചേർത്തുപിടിച്ച വി.ഡി. സതീശനെ ഇന്നും ആ അമ്മ ഓർക്കുന്നു. മക്കളില്ലാത്ത അമ്മാളു അമ്മയ്ക്ക് സതീശൻ സ്വന്തം മകൻ തന്നെ. മമ്മൂട്ടിയെ കാണുമെന്ന് ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ടുപോകാനും പറഞ്ഞു. അങ്ങേരുടെ കാറിൽ തന്നെ, കാറിൽ പലയിടത്തും എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ ലോകം ഭരിക്കണമെങ്കിൽ സതീശനേ പറ്റുള്ളൂ, നമ്മളെ കൊണ്ടും പറ്റൂല. അങ്ങേര് പറയുന്ന വർത്തമാനമൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? സത്യപ്രതിജ്ഞാവേദിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ സഹായത്തോടെ എത്തിയ അമ്മാളു അമ്മയെ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി വി.ഡി. സതീശനും കെട്ടിപ്പിടിച്ചാണ് സ്വീകരിച്ചത്. വി.ഡി. സതീശൻ തനിക്ക് നൽകിയ സ്നേഹവും കരുതലും വർഷങ്ങൾക്കിപ്പുറവും അമ്മാളു അമ്മയുടെ നിറഞ്ഞ പുഞ്ചിരിയിൽ തെളിയുകയാണ്. ന്യൂസ് ഡെസ്ക് 24. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് നാണം കെട്ട ലജ്ജാകരമായ തോൽവിയെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. തോൽവി പഠിക്കും, പരിശോധിക്കും. തോൽവിയുടെ ഉത്തരവാദിത്തം ഒരാളിൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ലെന്നും PK ശ്രീമതി ഡൽഹിയിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെയാണ് നല്ലതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയും പ്രതികരിച്ചു. 10 വർഷക്കാലം വികസനത്തിൻ്റെ രംഗത്ത് സമാനതകളില്ലാത്ത വികസനം, അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരുപക്ഷെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ വലിയ ലജ്ജാകരമായ എന്ന് തന്നെ പറയാം, അങ്ങേറ്റം നാണം കെട്ട ഒരു തോൽവി ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ സ്വയം വിമർശനപരമായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ കണ്ടറിഞ്ഞ് കേരളത്തിൽ ഇടതുപക്ഷം ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റമോ തിരുത്തലോ ഉണ്ടാക്കണോ, അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇടതുപക്ഷ ആശയഗതികൾ കേരളത്തിൽ തകർന്നു പോകുന്നത് ശുഭകരമല്ല എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ. എന്നെ ഒതുക്കാനോ, എവിടെ ഒതുക്കാൻ? CPIM ജില്ലാ നേതൃയോഗങ്ങളിൽ നേതൃത്വത്തിനെതിരെ വിമർശനം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരാൻ പാടില്ലെന്ന് CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നു. MV ഗോവിന്ദനെതിരെയും യോഗത്തിൽ കടുത്ത വിമർശനമാണ് ഉയർന്നത്. ഭൂമാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ള TI മധുസൂദനനെ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് തിരിച്ചടിയായെന്ന് കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ കുറ്റപ്പെടുത്തലുണ്ടായി. പിണറായി വിജയനെതിരെയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും രൂക്ഷ വിമർശനമാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരുതെന്ന് അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി നടത്തിയ പല പ്രസ്താവനകളും ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലവാരം പോലും ഇല്ലാത്തതെന്നും പാർട്ടിയിൽ തിരുത്തലുകൾ ഉണ്ടാവണമെന്നും അഭിപ്രായമുയർന്നു. G സുധാകരനെ നേരിട്ടതിൽ പാർട്ടി പരാജയമെന്നും കുറ്റപ്പെടുത്തൽ. VN വാസവൻ, സജി ചെറിയാൻ, CS സുജാത, തോമസ് ഐസക് എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായത്. തമ്പ്രാക്കന്മാർ പറയും, അടിയാന്മാർ അനുസരിക്കണമെന്ന നിലപാട് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാക്കിയെന്ന് കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ കുറ്റപ്പെടുത്തൽ. ഭൂമാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ള TI മധുസൂദനനെ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് തിരിച്ചടിയായെന്നും വിമർശനം. UDF തരംഗത്തിലും പിടിച്ചു നിൽക്കാനായെങ്കിലും തൃശൂരിലും ജനപിന്തുണ ഇടിഞ്ഞുവെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായി. കൊടുങ്ങല്ലൂരിൽ CPIക്കുള്ളിലെ പടലപ്പിണക്കം പരാജയത്തിന് കാരണമായി. ജില്ലയിൽ യുവജന സംഘടനയുടെ പ്രവർത്തനം മോശമെന്നും പൊതിച്ചോറ് വിതരണം മാത്രം നടത്തുന്ന സംഘടനയായി DYFI മാറിയെന്നും വിമർശനം. ന്യൂസ് ഡെസ്ക് 24. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് 2 ആഴ്ച കൂടി സാവകാശം നൽകിയിരിക്കുന്നു ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. ജംഷഡ്പൂരിൽ ലാബിൽ നിന്നുള്ള സാമ്പിളിന്റെ വിദഗ്ധ പരിശോധനാ ഫലം 10 ദിവസത്തിനകം ലഭിക്കും. ഫലം ലഭിച്ച ശേഷം സ്വർണ്ണക്കൊള്ളയുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ CBI അന്വേഷണം കോച്ചിംഗ് സെന്ററുകളിലേക്കും. മഹാരാഷ്ട്രയിലെ ലാത്തൂരിലുള്ള RCC ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടമ അറസ്റ്റിലായി. ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കോൺഗ്രസ് അവകാശ ലംഘനത്തിന് നോട്ടീസ് അയച്ചു. NTA മേധാവിയെ വിളിപ്പിച്ച് പാർലമെന്ററി സമിതി. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര ലാത്തൂരിലെ RCC കോച്ചിംഗ് സെന്ററിലെ മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളും യഥാർത്ഥ ചോദ്യപേപ്പറുമായി സാമ്യമുള്ളതായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. RCC मॉक मधून RCC टेस्टिंग क्वेश्चन आले,
त्याच्या बाहेर क्वेश्चन आलाच ना, सगळं एनसीईआरटी बेसिस मॉक टेस्ट मध्ये जे विचारलं ते खूप छान केलं सर. आणि तुम्ही जे 101 क्वेश्चन्स दिले होते ना, त्या 101 क्वेश्चन मधून मोस्ट ऑफ द त्याच्यामध्ये आले होते. 42 ചോദ്യങ്ങളിലാണ് അന്വേഷണ സംഘം സാമ്യം കണ്ടെത്തിയത്. ഇതോടെയാണ് കോച്ചിംഗ് സെന്റർ ഉടമ ശിവരാജ് മാവോട്ടെഗാസ്കറിനെ CBI 2 തവണ ചോദ്യം ചെയ്തത്. തുടർന്ന് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ക്രമക്കേടിലെ സൂത്രധാരൻ PV കുൽക്കർണിയുമായി RCC ഇൻസ്റ്റിറ്റ്യൂട്ടിന് ബന്ധമുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. ഇതോടെ കേസിൽ CBI അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം 10 ആയി. ചോർച്ചയുടെ ഉദ്ഭവ കേന്ദ്രമായി CBI കരുതുന്നത് പൂനെയാണ്. നാണ്ടഡിൽ വൻതോതിൽ ചോദ്യപേപ്പറിന്റെ വിൽപ്പനയും നടന്നിട്ടുണ്ട്. ക്രമക്കേടിൽ കോച്ചിംഗ് സെന്ററുകളുടെ ബന്ധവും ചോദ്യപേപ്പർ പ്രചരിച്ചതിന്റെ വ്യാപ്തിയുമാണ് CBI തേടുന്നത്. ക്രമക്കേടിന് കളമൊരുക്കിയത് മനീഷ വാഗ്മറയാണെന്ന് CBI കണ്ടെത്തിയിട്ടുണ്ട്. ആസൂത്രകരുടെ സഹായിയായ വാഗ്മറെ നേരത്തെ പിടിയിലായിരുന്നു. അതിനിടെ പാർലമെന്ററി സമിതികളെയും ജനാധിപത്യ സംവിധാനങ്ങളെയും മന്ത്രി അഭിമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കോൺഗ്രസ് രാജ്യസഭാ MP ജയറാം രമേശ് അവകാശ ലംഘന നോട്ടീസ് അയച്ചു. 24 ഡൽഹി. തമിഴ്നാട്ടിൽ അണ്ണാ DMKയിലെ തർക്കത്തിൽ സമവായമാകുന്നു. ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമി പാർട്ടിയെ നയിക്കും. SP വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവാക്കുമെന്നാണ് സൂചന. നാളെ രാവിലെ 9 മണിക്ക് എടപ്പാടി K പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാക്കളും മുൻ മന്ത്രിമാരുമായിരുന്ന SP വേലുമണി, CV ഷൺമുഖം, C വിജയഭാസ്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അണ്ണാ DMKയിൽ ഒരു വിഭാഗം രൂപപ്പെട്ടത്. ഇവരുടെ നേതൃത്വത്തിൽ 25 MLAമാർ TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നാലെ MLAമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട EPS സ്പീക്കർക്കും ഗവർണർ സെക്രട്ടറിക്കും കത്ത് നൽകി. സമാനമായ രീതിയിൽ SP വേലുമണി വിഭാഗവും കത്തുകൾ നൽകിയിരുന്നു. ഇതിനുശേഷമാണ് SP വേലുമണി വിഭാഗം ജില്ലാ അധ്യക്ഷന്മാരുടെ പിന്തുണ തേടാൻ തുടങ്ങിയത്. 82 ജില്ലാ അധ്യക്ഷന്മാരിൽ 50 പേർ SP വേലുമണിക്ക് പിന്തുണ കത്ത് നൽകിയെന്നാണ് വിവരം. ജനറൽ കൗൺസിൽ ചേർന്നാൽ ജില്ലാ അധ്യക്ഷന്മാരുടെ പിന്തുണ SP വേലുമണി വിഭാഗത്തിന് ലഭിക്കും. EPS സ്ഥാനം ഒഴിയേണ്ടിയും വരും. ഇതോടെയാണ് EPS സമവായത്തിന് തയ്യാറായത്. നാളെ രാവിലെ 9 മണിക്ക് ചെന്നൈ ഗ്രീൻവേസ് റോഡിലെ എടപ്പാടി K പളനിസ്വാമിയുടെ വീട്ടിൽ വെച്ച് ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗം ചേരും. ഈ യോഗത്തിൽ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. പാർട്ടിയിലെ തർക്കത്തിൽ പ്രതിഷേധിച്ച മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായിരുന്ന MLA ഇന്ന് പാർട്ടി വിട്ടിരുന്നു. 24 ചെന്നൈ. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ 2 യുവതികൾ കൊച്ചിയിൽ അറസ്റ്റിലായി. സിന്ധു, അലീന എന്നിവരാണ് കൊച്ചി മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായത്. മോഡലിംഗ് എന്ന വ്യാജേന വിദേശത്തേക്ക് എത്തിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നാണ് പരാതി. പിന്നിൽ വൻ സംഘമുണ്ട് എന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നു. മോഡലിംഗ് അവസരം വാഗ്ദാനം ചെയ്ത് പെൺകുട്ടികളെ വിദേശത്തെത്തിച്ച് ലഹരി നൽകി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയാണ് പ്രതികൾ ചെയ്തിരുന്നത്. ഈ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തി വീണ്ടും ക്രൂരപീഡനം. വഴങ്ങാത്തവരുടെ ബന്ധുക്കൾക്ക് ദൃശ്യങ്ങൾ അയച്ചു നൽകും. ലൈംഗിക ഉപദ്രവം നേരിട്ട 3 പേർ വിദേശത്ത് നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തി പോലീസിൽ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് 2 പേർ പോലീസിന്റെ പിടിയിലാകുന്നത്. അലീനയെ മരടിലെ ഫ്ളാറ്റിൽ നിന്നും സിന്ധുവിനെ മുംബൈയിൽ നിന്നുമാണ് പിടികൂടുന്നത്. മുംബൈയിൽ പിടിയിലായ സിന്ധുവിനെ നാളെ നാട്ടിലെത്തിക്കും. പ്രതികളിൽ ഒരാളായ അലീന ഇതിനു മുൻപും ക്രിമിനൽ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. കൊച്ചിയിലെ പല ഗുണ്ടാ തലവന്മാരുമായും അലീനയ്ക്ക് ബന്ധവുമുണ്ട്. കേസിൽ ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. 24 കൊച്ചി. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.